ഞാൻ ആരാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറച്ച് നേരം നാം ധ്യാനിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? നാം ഏത് രീതിയിലാണ് നമ്മെ മനസ്സിലാക്കേണ്ടത്? ചില ആളുകൾ മനുഷ്യനെക്കുറിച്ച് പറയും, മനുഷ്യന് ഇത്ര ലിറ്റർ രക്തമുണ്ട്, ഇത്ര കിലോ എല്ലുണ്ട്, ഇത്ര കിലോ മാംസമുണ്ട്. അത് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. വേറെ ചില ആളുകൾ മനുഷ്യനെ ചിലപ്പോൾ കെമിക്കൽസായിട്ട് കണക്കാക്കി പറയും, ഇത്ര മാത്രം കാൽസ്യമുണ്ട്, ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വെള്ളമുണ്ട്. ഇങ്ങനെ മനുഷ്യനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഓർഗൻസ് അവയവങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും. ഇതൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണ്. എന്നാൽ ബൈബിൾ എങ്ങനെയാണ് മനുഷ്യനെ മനസ്സിലാക്കുക? പുതിയ നിയമം മനുഷ്യനെ ഏത് രീതിയിലാണ് മനസ്സിലാക്കുക? എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പൗലോസ്ലീഹ ഒരു മനുഷ്യന് നൽകുന്ന നിർവചനം ഇതാണ്: ദൈവത്തിൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഓരോ മനുഷ്യനൊരു വലിയൊരു മിസ്റ്ററിയാണ്. എത്രമാത്രം ആലോചിച്ചാലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു മഹാരഹസ്യമാണ്. വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? ദൈവസന്നിധിയിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബൈബിൾ മനുഷ്യനെക്കുറിച്ച് പറയുന്ന ചിത്രം, നിർവചനം ഏതാണ്ട് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നാം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഉള്ളതാണ്, ഒരു പ്രത്യേക രീതിയിൽ എന്ന് ബൈബിൾ പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1:27 നാം വായിക്കുന്നുണ്ട്: ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. പിന്നെ അത് ഒരു പ്രത്യേക രീതിയിൽ കളിമണ്ണിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. മണ്ണിൽ ദൈവം തൻ്റെ ജീവശ്വാസം ഊതിപ്പിടിപ്പിക്കുന്നു. മനുഷ്യനങ്ങനെ മണ്ണും വിണ്ടും ചേർന്നതാണ്. അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണെന്നാണ് കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് പറയുക. ചരിത്രം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ദൈവം എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഇടപെട്ടത് എന്നൊക്കെ പറയാനാണ് അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. ഉൽപ്പത്തി 1:27 നാം വായിക്കുന്നു: ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുമ്പോൾ ദൈവം ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. അതിനാൽ ദൈവഛായ എന്നാൽ ഒരു വ്യക്തിയുടെ ഛായയാണ്. മനുഷ്യനെ സ്വാതന്ത്ര്യമുള്ള, ബുദ്ധിയുള്ള, സ്നേഹിക്കാനും കഴിവുള്ള, സൃഷ്ടാവിനെ അറിയാൻ കഴിവുള്ള വ്യക്തിയായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്നത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയായി. കാരണം ദൈവം ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്. ഒരു വ്യക്തിയായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ കാര്യം കത്തോലിക്ക സഭയുടെ വേദപാഠ പുസ്തകത്തിൽ CCC 357 നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചു. വ്യക്തിയായി സൃഷ്ടിച്ചു എന്ന വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളായ സ്വാതന്ത്ര്യം, ബുദ്ധി, സ്നേഹം, അറിയാനുള്ള കഴിവ്, ഇതൊക്കെ മനുഷ്യനുണ്ട്. മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നതും ഇത് തന്നെയാണ്. മറ്റ് വേറെ ജീവികൾക്കൊന്നും നമുക്കുള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യമില്ല, തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. അവയ്ക്കൊരു പക്ഷേ പരിശീലനം വഴി സർക്കസ് കൂടാരത്തിലോ വീട്ടിലോ ഒക്കെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയെന്നിരിക്കും. പക്ഷെ നമ്മെപ്പോലെ സ്വതന്ത്രമായി ചിന്തിച്ച് തീരുമാനമെടുക്കാനായുള്ള കഴിവ് മൃഗങ്ങൾക്കൊന്നും ഇല്ല. അപ്പോൾ മനുഷ്യനെ ദൈവഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യമാണ് ഉപയോഗിക്കുക. ഞാൻ ആരാണ്? ഞാനൊരു വ്യക്തിയാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ പ്രവൃത്തികൾക്കെല്ലാം ഞാൻ ഉത്തരവാദിയാണ്. എനിക്കൊരു നന്മ ചെയ്യാനായിട്ട് പറ്റും, എനിക്ക് തിന്മ ചെയ്യാനായിട്ട് പറ്റും. നന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അനുഗ്രഹീതനായി തീരും,
തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിൻ്റെ മുമ്പിലിതാ നന്മയും തിന്മയും ഞാൻ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നന്മ തിരഞ്ഞെടുത്താൽ നിനക്ക് ജീവനുണ്ടാകും, തിന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നീ മരണത്തിൻ്റെ വഴിയിലാണ്. അപ്പോൾ തിന്മയുടെ ഒരു പ്രത്യേകതയാണ്, ദൈവം ഒന്നും ഇടപെടാണ്ട് തന്നെ തിന്മ ചെയ്യുന്ന ആളുകൾ ആ തിന്മയുടെ അവസാനമുള്ള ശിക്ഷയുടെ വഴിയിലാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ശാരീരികമായ മരണം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ധൂർത്തപുത്രനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ പറയുന്നുണ്ട്, ഇവൻ മൃതനായിരുന്നു, ഇവൻ ഇത്രയും നാൾ പാപത്തിലായിരുന്നു, എന്നിൽ നിന്ന് അകലെയായിരുന്നു, ദൈവത്തിൽ നിന്ന് അകലെയായിരുന്നു, ഇപ്പോഴവൻ ജീവിക്കുന്നു. അപ്പോൾ ജീവൻ മരണം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അവസ്ഥയെ മരണാവസ്ഥയെന്നും പാപത്തിൽ നിന്ന് മാറിയ അവസ്ഥയെ ജീവൻ്റെ അവസ്ഥയെന്നും ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പർദീസായിൽ തന്നെ നന്മതിന്മയുടെ വൃക്ഷമുണ്ട്, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതിന് തെളിവാണത്. നിനക്ക് ഈ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു തിന്നാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറിച്ചു തിന്നു കഴിഞ്ഞാൽ നീ പാപമാണ് ചെയ്യുന്നത്. പാപത്തെ ബൈബിൾ മരണമെന്ന് വിശേഷിപ്പിക്കുന്നു. അതോടുകൂടെ നിൻ്റെ സ്വഭാവത്തിൽ പാപവുമായി ബന്ധപ്പെട്ടൊരു ബന്ധമുണ്ടാകുകയാണ്. പാപപ്രലോഭനത്തിനത് കാരണമായി മാറുന്നു. നീ വീഴുന്നത് വരെ, നിൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നത് വരെ നിനക്ക് പാപവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പ്രലോഭനവുമായി പോലും നിനക്ക് ബന്ധമുണ്ടായിരുന്നില്ല. നിനക്ക് പ്രലോഭനമായിട്ട് തോന്നിയിരുന്നില്ല ആ മരം. പ്രലോഭകൻ വരികയും നിന്നെ ചതിക്കുകയും നീ അതിനോട് സഹകരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് നിനക്ക് പ്രലോഭനമുണ്ടാകാനായിട്ട് തുടങ്ങിയത്. കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകമനുസരിച്ച് 359 നാം ഇങ്ങനെ വായിക്കുകയാണ്, ക്രിസ്തീയ കാഴ്ചപ്പാടനുസരിച്ച് 2 മനുഷ്യരിൽ നിന്നാണ് മനുഷ്യവംശം രൂപപ്പെട്ട് വരിക. 2 മനുഷ്യരിൽ നിന്ന്, ഒന്ന് ആദം ഹവ്വ, അതാണ്. അപ്പോൾ ആദവും ഹവ്വയും ചേർന്ന ഒരു മനുഷ്യൻ അല്ലേ. രണ്ടാമതായിട്ട് നമുക്ക് ആദമെന്ന് പൊതുവെ വിളിക്കാം, ആദ്യത്തെ മനുഷ്യനെ. രണ്ടാമതായിട്ട് ക്രിസ്തു. അപ്പോൾ ആദത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നുമാണ് മനുഷ്യൻ രൂപപ്പെട്ട് വരിക. കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകം അത് വളരെ മനോഹരമായ രീതിയിൽ വിശദമാക്കുന്നുണ്ട്. ജീവൻ നൽകുന്ന ആത്മാവുള്ളവൻ യേശുക്രിസ്തു ആണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ആദത്തെ സൃഷ്ടിച്ചപ്പോൾ രണ്ടാമത്തെ ആദമായ ക്രിസ്തു തൻ്റെ ഛായയായ ആത്മാവിനെ അവനിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ദൈവം ഊതി പ്രവേശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഛായയായ നിത്യതയുള്ള ഒരു ആത്മാവിനെയാണ് മനുഷ്യനിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ആദത്തിൽ രണ്ടാമത്തെ ആദത്തിൻ്റെ ഛായയായ ആത്മാവിനെ ഊതി സന്നിവേശിപ്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യവർഗം ഉണ്ടാകുന്നത് 2 മനുഷ്യരിൽ നിന്നാണ്. ആദത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നുമാണ് മനുഷ്യവർഗം ഉണ്ടാകുന്നത്. നിത്യതയുള്ള നശിച്ചു പോകാത്ത ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ഛായയാണ്. ഈ ഛായയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ നാം ഓരോരുത്തരും നിത്യരാണ്. നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നിത്യതയിലേക്ക് പോകാൻ സാധ്യതയുള്ള ശരീരമുണ്ട്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നൊരവസരത്തിൽ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ശരീരത്തിന് ബൈബിളിൽ പല വാക്കുകളുണ്ട്. ഉദാഹരണത്തിന് സാർക്സ് എന്നൊരു വാക്കുണ്ട്. അത് നശിച്ചു പോകുന്ന ശരീരമാണ്. യേശുക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാപത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ശരീരം. എന്നാൽ സോമ എന്നൊരു ശരീരമുണ്ട്, ഒരു വാക്കുണ്ട് ശരീരത്തിന് വേണ്ടി. അത് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നിറഞ്ഞൊരു ശരീരമാണ്. ആ ശരീരം ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് ഒരു പ്രത്യേകമായ രീതിയിൽ നക്ഷത്രത്തിൻ്റെ ശോഭയോടുകൂടെ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ശരീരത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും, സ്വർഗം സ്വന്തമാക്കുമെന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്. നാം ഒരു പ്രത്യേക കാലത്തിലാണ് സൃഷ്ടിക്കപ്പെടുക. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയാണ്. നമുക്കൊരു ജന്മദിനമുണ്ട്. ഒരു പ്രത്യേക ദിനമാണ് നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി വളരുക. നമുക്കൊരു ജന്മദിനമുണ്ട്, ഒരു ജീവിത കാലഘട്ടമുണ്ട്. പക്ഷേ ബൈബിൾ പറയുകയാണ്, നമ്മളുള്ള ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ഛായയായ ആത്മാവാണ്. ആ ഛായയുടെ ഒരു പ്രത്യേകതയാണ് അതിന് നിത്യതയ്ക്കുള്ള സാധ്യതയുണ്ട്. നിത്യത ഉള്ള ഒരാത്മാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന യേശുക്രിസ്തു ആരംഭവും അന്ത്യവുമാണ്. അതായത് യേശുക്രിസ്തു ആൽഫായും ഒമേഗയുമാണ്, ആരംഭവും അന്ത്യവുമാണ്. യേശുക്രിസ്തുവിന്
വേറെ രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും, യേശുക്രിസ്തുവിന് ആരംഭവുമില്ല അന്ത്യവുമില്ല. നാം ചരിത്രത്തിൽ കാണുന്ന യേശുക്രിസ്തു 2000 ആണ്ടുകൾക്ക് മുമ്പാണ് ഈ ചരിത്രത്തിലൂടെ നടന്നു പോയതും പീഡകൾ അനുഭവിച്ചതുമെല്ലാം. എന്നാൽ കൊളോസ്യോസ് 1:16 വായിക്കുകയാണ്, ഈ യേശുക്രിസ്തുവിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ യേശുക്രിസ്തു ആദത്തിന് മുമ്പ് തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ അബ്രാഹത്തിന് മുമ്പ് തന്നെയുണ്ട്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കൊളോസ്യോസുകാരൊക്കെ എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1:16 പറയുകയാണ്, യേശുക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അത് ആധിപത്യങ്ങൾ, അരൂപികൾ, മാലാഖമാർ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കറിയാം, ദൈവം പിശാചുക്കളെ സൃഷ്ടിക്കുന്നില്ല. മാലാഖമാർ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നു ആരംഭത്തിൽ. അവരത് ദുരുപയോഗിച്ചത് കൊണ്ട് അവർ പിശാചുക്കളായി മാറുകയാണ്. ദൈവം മാലാഖമാരെയാണ് സൃഷ്ടിച്ചത്. മാലാഖമാർ സ്വയം പിശാചുക്കളായിട്ട് മാറിയതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ നന്മ കൊണ്ട് നിറഞ്ഞവനായിരുന്നു. മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോഴാണ് മനുഷ്യനിൽ പാപചിന്തകൾ കടന്നു വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ആദത്തിൻ്റെ മേൽ ഊതിപ്പിടിപ്പിച്ച ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ഛായയായ ആത്മാവാണെന്ന് കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകം 359 നാം വായിക്കുകയാണ്. ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അതേ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളോടുകൂടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ സ്വന്തമാക്കാനായിട്ട് പറ്റും. ആ വ്യക്തിത്വത്തിൻ്റെ ശാന്തത യേശുക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 11:29, ഞാൻ വിനീത ഹൃദയനാണ്, ശാന്തനാണ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് അധ്വാനം വഴിയും ശ്രമം വഴിയും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് പറ്റും. സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, ഇങ്ങനെയുള്ള ഫലങ്ങളെല്ലാം നമുക്ക് അധ്വാനം വഴി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദവും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നാം വിശദമാക്കി കഴിഞ്ഞു. അബ്രാഹവും നാമുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:29 വായിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ച് അവകാശികളുമാണ്. അപ്പോൾ യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ നാം ആദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ നാം അബ്രാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഗലാത്യർ 3:29, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികൾ ആണ്. ഇപ്പോൾ യഹൂദ മതപാരമ്പര്യം, ക്രൈസ്തവ മതപാരമ്പര്യം ഒക്കെ ആരംഭിക്കുന്നത് അബ്രാഹത്തിൽ നിന്ന് നമുക്കറിയാം. യേശുക്രിസ്തു വഴി നമുക്ക് അബ്രാഹവുമായി ബന്ധപ്പെടാനായിട്ട് പറ്റും. അബ്രാഹത്തെ രൂപമാക്കിയ അതേ പാറയിൽ നിന്ന് തന്നെയാണ് നമ്മെയും കൊത്തിയെടുത്തത് എന്ന് ബൈബിളിൽ സൂചനയുണ്ടെന്ന് നമുക്ക് അറിയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:26 നാം വായിക്കുകയാണ്, നാം ദൈവത്തിൻ്റെ മക്കൾ ആണ്. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള കാരണം എന്താണ്? ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ആണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ക്രിസ്തുവിൽ നാം എന്താണ് വിശ്വസിക്കുന്നത്? ക്രിസ്തുവെ എനിക്ക് വേണ്ടിയാണ് ദരിദ്രനായത്, എനിക്ക് വേണ്ടിയാണ് പീഡകൾ അനുഭവിച്ചത്, എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, എൻ്റെ പാപങ്ങൾക്കെല്ലാം പകരക്കാരനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്, എനിക്ക് പകരമാണ് യേശുക്രിസ്തു മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എനിക്ക് പകരക്കാരനായി യേശുക്രിസ്തു മരിച്ചു എന്ന കാരണം കൊണ്ട് എനിക്ക് പാവപ്രതി സാധ്യമാണ്. പാപമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റും. പിശാചിൻ്റെ മേൽ എനിക്ക് വിജയിക്കാനായിട്ട് പറ്റും. എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. 1 യോഹന്നാൻ 4:4. അപ്പോൾ എനിക്ക് പുറമേ നിന്ന് വരുന്ന പൈശാചിക ശക്തികളെയൊക്കെ നേരിടാനായിട്ട് എന്നെക്കൊണ്ട് പറ്റും. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ ദൈവപുത്രന്മാരാണ്. അപ്പോൾ ആദത്തിൻ്റെ മക്കളാണ് നാം, അബ്രാഹത്തിൻ്റെ മക്കളാണ് നാം, സർവോപരി നാം ദൈവത്തിൻ്റെ മക്കളാണ്. യേശുക്രിസ്തു വഴി ആണ് നമുക്കിതെല്ലാം സാധിക്കുന്നത് എന്ന് ബൈബിൾ പറയുകയാണ്. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ പുതിയൊരു കാഴ്ചപ്പാട് ലഭിക്കുകയാണ്. യഹൂദമതം മനുഷ്യരെ ഇങ്ങനെ വിഭജിച്ച് കാണുന്ന ഒരു രീതിയിലായിരുന്നു. ഗലാത്യർ 3:28 നാം വായിക്കുന്നുണ്ട്, അവർ യഹൂദന്മാരെ തിരിച്ചിരുന്നു, വിജാതിയരെ തിരിച്ചിരുന്നു, സ്ത്രീകളെ തിരിച്ചിരുന്നു, പുരുഷന്മാരെ തിരിച്ചിരുന്നു, ദേവാലയത്തിൽ തന്നെ ധാരാളം തിരിവുകൾ,
എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, യഹൂദനെന്നോ വിജാതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. യഹൂദനെന്ന് വ്യത്യാസമില്ല, അത് എല്ലാ മതത്തെയും വേണമെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനായിട്ട് പറ്റും. വിജാതിയനെന്ന് വ്യത്യാസമില്ല, അടിമയെന്ന് സ്വതന്ത്രനെന്ന് വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു പക്ഷേ വേണ്ടതുപോലെയുള്ള ബഹുമാനം കൊടുക്കാതിരുന്നൊരു സമൂഹത്തിൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, സ്ത്രീകൾ തുല്യ കൃപയ്ക്ക് അവകാശിനികളാണ്, അവരെ ബഹുമാനിക്കണമെന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമം നമുക്ക് തരികയാണ്. ഇനി ആകെ മനുഷ്യർ തമ്മിൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, 2 ഗ്രൂപ്പുകളെ ഉള്ളൂ പൗലോസ്ലീഹായുടെ ഈ പ്രസ്താവനയനുസരിച്ച്. ഒന്ന്, ഉള്ളിൽ ക്രിസ്തുവിൻ്റെ നന്മയുള്ള മനുഷ്യരും ഉള്ളിൽ ഹൃദയത്തിൽ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നന്മ, ജ്ഞാനം, സ്നേഹം ഇവ ഇല്ലാത്ത ആളുകൾ, ക്രിസ്തുവിൻ്റെ വെട്ടമില്ലാത്ത ആളുകൾ, ക്രിസ്തുവിൻ്റെ പ്രകാശമില്ലാത്ത ആളുകൾ, ക്രിസ്തുവിൻ്റെ സന്തോഷവും ക്ഷമയുമില്ലാത്ത ആളുകൾ. ഇങ്ങനെ 2 കൂട്ടരായിട്ട് മനുഷ്യവർഗത്തെ തിരിക്കാനായിട്ട് പറ്റും. ക്രിസ്തുവിലൂടെയുള്ള ഫലങ്ങളും നന്മകളുമുള്ള മനുഷ്യർ, ക്രിസ്തു മുന്നോട്ട് കൊണ്ടുവന്ന നന്മകളുള്ള മനുഷ്യർ, ക്രിസ്തു വാഗ്ദാനം ചെയ്തതും ജീവിച്ചതുമായ നന്മകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത മനുഷ്യർ. ഇങ്ങനെ 2ആയിട്ട് മനുഷ്യ സമൂഹത്തെ തിരിക്കാനായിട്ട് പറ്റും. ക്രിസ്തു കൊണ്ടുവന്ന ജ്ഞാനം, സ്നേഹം, പ്രകാശം ഇവയിൽ പങ്കുപറ്റുന്നവരെ നമുക്ക് ജ്ഞാനസ്നാനം നേടിയവരെന്ന് വിളിക്കാനായിട്ട് പറ്റും. തീർച്ചയായും മാമോദീസായെ നമുക്ക് മതപരമായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനെ ക്രിസ്തു കൊണ്ടുവന്ന ജ്ഞാനം നേടിയ ഒരവസ്ഥയായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആരാണ് ക്രിസ്തു? മത്തായിയുടെ സുവിശേഷം 28:18 ആരാണ് ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും പിശാച് വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് മത്തായിയുടെ സുവിശേഷം 4 നാം വായിക്കുന്നുണ്ട്. പിശാച് വന്ന് പറയുന്നുണ്ട്, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പിശാച് പറയുന്നത്. നീ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ നിനക്ക് തരാം എന്നൊക്കെയാണ് പിശാചിൻ്റെ അവകാശവാദം. ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപം വഴി പിശാച് കരുതുകയാണ് മനുഷ്യവർഗത്തെ മുഴുവനും തോൽപ്പിക്കാനായിട്ട് പറ്റി, അതുകൊണ്ട് മനുഷ്യനായി നിൽക്കുന്ന ഈ യേശുക്രിസ്തുവിനെ എനിക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും. ആ രീതിയിലൊക്കെയാണ് പിശാച് കണക്കാക്കുക. എന്നാൽ യേശുക്രിസ്തു നമ്മോട് വളരെ വ്യക്തമായി പറയും, ഈ പ്രപഞ്ചം പിശാചിൻ്റേതല്ല, ഇതെല്ലാം എൻ്റേതാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എല്ലാ അധികാരവും ഉള്ളവനാണ്. യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? ദൈവം ക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 1:30 നാം വായിക്കുകയാണ്. യേശുക്രിസ്തു ജ്ഞാനമാക്കി മാറ്റിയിരിക്കുന്നു നമുക്ക് വേണ്ടി. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പരിത്രാണമാക്കി നമ്മുടെ രക്ഷയാക്കി മാറ്റിയിരിക്കുന്നു. പിതാവ് എന്തിനാണ് യേശുക്രിസ്തുവിനെ അയച്ചത്? യോഹന്നാൻ്റെ സുവിശേഷം 3:2 വായിക്കുന്നുണ്ട്, അവൻ നിത്യജീവൻ നൽകേണ്ടതിനാണ് പിതാവായ ദൈവം. നിത്യജീവനെക്കുറിച്ച് പറയാനും നിത്യജീവൻ നമുക്കായി വാഗ്ദാനം ചെയ്ത് നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം അയച്ചത്, അല്ല യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. നിത്യജീവൻ എന്താണ്? 1 യോഹന്നാൻ 17:3 നാം വായിക്കുകയാണ്, ഏകസത്യമായ ദൈവത്തെയും അവിടെ നിന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, സമർപ്പിക്കുക, യേശുക്രിസ്തുവിൻ്റെ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവൻ്റെ അവകാശികളായി നമുക്ക് മാറാനായിട്ട് പറ്റും. നിത്യജീവൻ്റെ ഒരു ഭാഗം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാനായിട്ട് പറ്റും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞത് ഈ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാനായിട്ട്. യേശുക്രിസ്തുവിനെ അറിയുന്ന ആളുകൾ, യേശുക്രിസ്തുവിലൂടെ പിതാവിനെ അറിയുന്ന ആളുകൾ, അറിയുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പഠിപ്പിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യജീവൻ്റെ ഒരു ഭാഗം അവരുടെ ജീവിതത്തിൽ സ്വന്തമാക്കുകയാണ്. പിന്നീട് മരണശേഷം അവർ നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:19 വായിക്കുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ
നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. 1 കൊരിന്ത്യർ 15:19 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുന്നതെങ്കിൽ, അപ്പം തിന്നാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നത്, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം തന്നെയാണ് പൗലോസ്ലീഹ ഇവിടെ പറയുക. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരമായ മനുഷ്യരാണ്. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 11:11 വായിക്കുകയാണ്, നാം സ്വർഗത്തിന് പറ്റുന്നവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ പ്രവാചകനായ യോഹന്നാനേക്കാൾ മഹത്വത്തിലാണ് നാമെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. മത്തായി 11:11 സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായിരുന്നു സ്നാപക യോഹന്നാൻ, എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. നമ്മുടെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ ആരാണ് എന്ന വിഷയമാണ് നാം ധ്യാന വിഷയമാക്കിയത്. നാം സ്നാപക യോഹന്നാനേക്കാൾ, അതും സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും മഹാനായ സ്നാപക യോഹന്നാനേക്കാൾ മഹത്വമേറിയ ഒരു സ്ഥാനത്താണ്. നിത്യതയുടെ ഒരു ചെറിയൊരു അംശത്തിലേക്കെങ്കിലും കടന്നു വരാൻ പറ്റുമെങ്കിൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റുക, വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ ആരാണ്, എൻ്റെ ആരംഭം എവിടെ നിന്നാണ്, ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, എൻ്റെ സാധ്യതകൾ എന്താണ്, പാവപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പറ്റും, എനിക്ക് പാവപ്രലോഭനങ്ങൾ പോലും എനിക്ക് വേണമെങ്കിൽ നേരിടാനായിട്ട് പറ്റും, എൻ്റെ ഉള്ളിലുള്ള ശക്തി പുറമേ നിന്ന് വരുന്ന ഏതൊരു പ്രലോഭനത്തെയും അതിജീവിക്കാൻ മാത്രം ശക്തിയുള്ളതാണ്. യേശുക്രിസ്തുവിലൂടെ എനിക്കത് സാധിക്കുമെന്ന് പറയുകയാണ്. 1 കൊരിന്ത്യർ 15:13 വായിക്കുന്നു, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തിന് യാതൊരു സംശയവുമില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നതൊരു ചരിത്രമാണ്. അതുകൊണ്ട് മരിച്ചവരായ എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും ഒരു പുനരുത്ഥാനമുണ്ട്, നിത്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം പൗലോസ് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നാം പറഞ്ഞു വന്നത് എഫേസോസ് 4:1 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് പിതാവായ ദൈവം നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. മഹത്തരമായൊരു വിളിയിലേക്ക് ദൈവത്തിൻ്റെ ഛായ, യേശുക്രിസ്തുവിൻ്റെ ഛായയായി നിത്യതയുള്ള ആത്മാവിനെ സന്നിവേശിപ്പിച്ചാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മഹത്തായ വിളിക്കായി, ഈ മഹത്തായ ശ്രേഷ്ഠമായ ജീവിതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഈ അനന്യമായ, നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വളരെ ശ്രേഷ്ഠമായ ഈ അനുഗ്രഹത്തിന് നമുക്ക് പിതാവായ ദൈവത്തിന് നന്ദി പറയാം. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു.